വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേരെ കാണാതായി, ഒരുപാട് പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ഇനി പലതും DNA ടെസ്റ്റുകൾ നടത്തിയിട്ട് ആരാണ്, ഏതാണ്, ഏത് കുടുംബത്തിൽ നിന്നാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന്റെ ബാക്കി തുടർ നടപടികളിലേക്ക് ഭരണകൂടത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അപകടങ്ങളിൽ ഒന്നായിട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മാറി. പ്രധാനമന്ത്രി തന്നെ ഇന്നലെ നേരിട്ടെത്തി അവിടെ ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ 10-45 മിനിറ്റോളം അദ്ദേഹം നടന്നു പോയി കാര്യങ്ങളെല്ലാം കണ്ടു. ഇനി ഈ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണോ, ഇവിടെ കൊടുക്കേണ്ട സാമ്പത്തിക എത്രത്തോളം ഇവരെ സഹായിക്കേണ്ടതുണ്ട്, അതായത് ഈ വയനാടിനെയും കേരളത്തെയും എത്രത്തോളം സഹായിക്കേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എത്ര തുക കൊടുക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചുപോയത്. പല തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. ഈ തെരച്ചിലിന്റെ ദുരന്തമുഖത്ത് അതിജീവനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകള്, യുവജന പ്രസ്ഥാനങ്ങള്, രാഷ്ട്രീയ പാർട്ടികള്, ഇനി അതല്ല സെലിബ്രിറ്റീസ്, അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ കേരളത്തിന്റെ ഓരോ മനസാക്ഷിയെയും ഒരുമിച്ച് നിർത്തിയ ഒരു സംഭവമായിട്ട് ഈ ഉരുൾപൊട്ടലിനെ നമുക്ക് കാണാം. പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഏറ്റവും ആദ്യം ഒരു മൃതശരീരം കണ്ടെത്തുന്നത് ചാലിയാർ പുഴയിൽ നിന്നാണ്. നിലമ്പൂരിലെ ചാലിയാർ പുഴയിൽ നിന്ന് മൃതശരീരങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ ശേഷം ഉള്ള മൃതശരീരങ്ങൾ നിലമ്പൂർ ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകുന്നുണ്ട് എന്ന കാര്യം ഭരണകൂടത്തിന് മനസ്സിലാകുന്നത്. അതോടുകൂടി അധികൃതർ നിലമ്പൂരിൽ ഒരു ടീം കോർഡിനേറ്റ് ചെയ്യുന്നു. അവിടുത്തെ DYFIയുടെയും മറ്റ് മുസ്ലിം ലീഗിന്റെയും ഈ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ യുവജന പ്രസ്ഥാനങ്ങൾ അവിടെ കൃത്യമായിട്ട് കാടിനകത്തേക്ക് വരെ കയറി പരിശോധന നടത്തി പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്താൻ തുടങ്ങി. പക്ഷേ മനഃപൂർവ്വമോ അല്ലാതെയോ ആയിക്കോട്ടെ, നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും മറന്നുപോയ ഒരു പേരുണ്ട്. ആ പേര് ഇങ്ങനെയാണ്, PV അൻവർ എന്നാണ് ആളുടെ പേര്. അദ്ദേഹത്തെ കുറിച്ച് പറയാതെ നിലമ്പൂരിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനത്തിന്റെയും ഒക്കെ ആ പ്രവൃത്തി അല്ലെങ്കിൽ അത് മുഴുമിപ്പിക്കാനാവില്ല എന്നൊരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഒരു സ്ഥലത്ത് പോലും പറയാത്ത ഒരാളാണ് PV അൻവർ. ഉരുൾപൊട്ടലുണ്ടായി അന്ന് രാവിലെ മുതൽ ഈ വാർത്ത പുറത്തു വന്ന് ചാലിയാറിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന ആ ഒരു നിമിഷം മുതൽ കുരിച്ചൊരിയുന്ന മഴയത്ത് പോലും അദ്ദേഹം അവിടെ നിന്ന് അവിടുത്തെ ആ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്ന അല്ലെങ്കിൽ ചാലിയാറിന്റെ തീരങ്ങളിലേക്ക് അടിഞ്ഞുകൂടുന്ന മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും കൃത്യമായിട്ട് കണ്ടെത്തുകയും അത് ആംബുലൻസുകൾ ഏർപ്പാടാക്കിയിട്ട് തിരിച്ച് മേപ്പാടിയിലേക്ക് അയക്കുന്ന ഒരു കാഴ്ച, അത് ആ പരിസരത്തുള്ള ആളുകൾ കൃത്യമായിട്ട് കണ്ട ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ അത് ഒഴിവാക്കി. അദ്ദേഹത്തിന് യാതൊരു പരിഗണന പോലും കൊടുക്കാതെ ചെയ്തൊരു നീതികേടായി പോയി എന്ന് ഞാൻ പറയാം. കാരണം ദുരന്തമുഖത്ത് ഒരു കാര്യത്തിന്, അതൊരു പ്രത്യേക ഒരു കാര്യത്തിന്, അതായത് ഇത്രയും ആളുകൾ അപകടത്തിൽപ്പെട്ട ഒരു ദുരന്തമുഖത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ തിരച്ചിൽ നടത്തി അവിടെ നിന്ന് ലഭിക്കുന്ന മൃതശരീരങ്ങളായിക്കോട്ടെ ശരീരഭാഗങ്ങളായിക്കോട്ടെ കൃത്യമായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ നിന്ന് ആംബുലൻസുകൾ ഏർപ്പാടാക്കിയിട്ട് വയനാട്ടിലേക്ക് അയച്ച ആ ഒരു മനുഷ്യൻ രാവും പകലും എന്നില്ലാതെ അവിടെയുള്ള യുവജനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് തെരച്ചിലിന് വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ മനഃപൂർവ്വം മറന്നുകൂടാ എന്നൊരു രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടാകാം, രാഷ്ട്രീയ ഭിന്ന അഭിപ്രായങ്ങളുണ്ടാകാം. അതിനപ്പുറം ഈ ദുരന്തമുഖത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു ഇത്. ആ സമയത്ത് PV അൻവറിനെ പോലുള്ള ഒരു വ്യക്തി ചെയ്ത സൽപ്രവർത്തിക്ക് അത് മറന്നുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആരാണോ ദുരന്തമുഖത്ത് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് അവരുടെ രാഷ്ട്രീയം ചെയ്യാതിരിക്കുക, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുക.